ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. അത് ആരെയാ അബ്രാം? അയാള് എന്നോടെന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവനെ ഞങ്ങക്ക് കിട്ടിയിട്ടില്ല, മുങ്ങിയിരിക്ക. അവനെ കിട്ടും, അപ്പോ അറിയാം ഇതിന്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു. എനിക്ക് പരിചയമില്ലാത്ത ഒരാള് ഇത്രയും പൈസ കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്യിക്കണമെങ്കില് അതാരാണെന്ന് എനിക്കറിയണം. ഇവളിപ്പോ തെറ്റേറ്റ് പറഞ്ഞ് ചാരുവിനോട് സോറി പറയാനാ വന്നത്. ചാരു വിചാരിച്ച കേസ് തരും. ചാരു, എന്നോട് ക്ഷമിക്കണം. നിവൃത്തികേട് കൊണ്ട് ചെയ്തു പോയതാ. സജിച്ചാന്റെ സർജറിക്ക് കാശ് തരാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തു പോയതാ. ചാരു എന്നോട് ക്ഷമിക്കണം. ചാരു, ഇവളോട് ക്ഷമിക്കുന്നതൊക്കെ ചാരുവിന് ഇഷ്ടം. പിന്നെ ഒരു കാര്യം, പെട്ടെന്ന് കാശ് കണ്ട് വീണതൊന്നുമല്ല അമൃത. ഇവളെ 2-3 പ്രാവശ്യം കണ്ട് പ്രേരിപ്പിച്ചതാ. അങ്ങനെയാ ഇവളെ വീണത്. ചാരു പ്ലീസ്, എന്റെ അവസ്ഥ നീ ആലോചിക്കണം. സജിച്ചേട്ടനെ ഓർത്താ ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. അമൃതേച്ചി, ഞാനായിട്ട് ചേച്ചിയെ വിഷമിപ്പിക്കുന്നില്ല. പരാതി കൊടുക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചേച്ചി ഇതിനെ പ്രേരിപ്പിച്ചവരെ ഞാൻ വെറുതെ വിടില്ല. അമൃതേച്ചി ചെല്ല. ഇനിയിപ്പോ ചാരുവിന് കല്യാണത്തിന്റെ കാര്യങ്ങളിലേക്ക് പൂർണ്ണ മനസ്സോടെ കടക്കാം. ഞാനല്ലെങ്കിൽ ഇതൊന്നും വകവച്ചിരുന്നില്ല സർ. ഇതുപോലുള്ള പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടു തന്നെയാ ഞാൻ ജീവിക്കുന്നത്. ചേച്ചി, കല്യാണത്തിന് വരണം കേട്ടോ. ഞങ്ങളെ വിളിക്കുന്നില്ല ചാരു? അയ്യോ, നിങ്ങള് എല്ലാവരും ഫാമിലി ആയിട്ട് തന്നെ വരണം. ഞാൻ വരുന്നുണ്ട് വിളിക്കാൻ. അതൊന്നും വേണ്ട ചാരു, ഞങ്ങൾ എത്തിക്കോളാം. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, അപ്പൊ ശരി. എന്നാ ശരി കൗതി, ഞാൻ ഇറങ്ങുക. അച്ഛനവിടെ കാത്തിരിക്കും. അമൃത വന്ന് ക്ഷമ ചോദിച്ച കാര്യം അറിയുമ്പോ അച്ഛന് വലിയ സന്തോഷമാവും. ശരിയാ കൊച്ചേട്ടാ. ശാന്തമ്മ മാമ, ആന്റി, സന്തോഷമായല്ലോ? കല്ലുമോളെ, അല്ല ചിലരുടെയൊക്കെ മുഖത്ത് എന്തോ ഒരു നിരാശയുണ്ടല്ലോ. ശരിയാ ചേച്ചി, ഉണ്ട്. കേറിപ്പൊടിയാത്ത നിരാശ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹലോ ശ്രേയ, എന്തു പറ്റി ഈ സമയത്ത്? സാധാരണ 10 മണി കഴിഞ്ഞാണല്ലോ നീ വിളിക്കാറ്. ഒന്നുമില്ലടാ, ഞാൻ അമ്മയെ വിളിച്ചിരുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. വല്ലാത്തൊരു ടെൻഷൻ. ഇനി എന്തെങ്കിലും. ഞാൻ നിന്റെ വീട്ടിലേക്ക് പോവാം, അവിടെ പോയി നോക്കട്ടെ. എടോ, നീ വിഷമിക്കണ്ട. ഞാൻ ഒരു 2 മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. എത്തിയിട്ട് എത്ര രാത്രിയായാലും ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കേടാ, താങ്ക്സ്. The number you are trying to call. മോനെ, നീ എവിടെയാ? അച്ഛാ, അത്യാവശ്യമായിട്ട് എറണാകുളം വരെ ഒന്ന് പോകണം. ഞാനെന്ന് പറഞ്ഞില്ലേ എൻ്റെ ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയെന്ന്. അവൻ്റെ അടുത്ത് വരെ ഒന്ന് പോവാം. രാവിലെ എത്തിക്കോളാം.
നീ വൈകുകയാണെങ്കിൽ ഓഫീസിലൊന്ന് വിളിച്ചു പറയണം. അന്നത്തെ പോലെ വീണ്ടും ഇഷ്യൂ ഉണ്ടാവരുത്. ഇല്ല ഇല്ല അച്ഛാ, ഞാൻ രാവിലെ തന്നെ എത്തിക്കോളാം. പിന്നെ ഒരു കാര്യമുണ്ട്, അത് ഞാൻ രാവിലെ ഒന്ന് പറയാം. എന്താടാ? അത് ഞാൻ രാവിലെ പറയാച്ചാ. ഓക്കെ, അതൊരു സർപ്രൈസാ. ഓക്കെ, ബൈ. ഇതിപ്പോ പ്രോപ്പർട്ടി അടക്കമാണോ നിങ്ങൾ പറഞ്ഞ 1.5 CR എന്നത്? അതെ സാർ, 6 സെന്റും ബിൽഡിങ്. സൂപ്പർ മാർക്കറ്റ് ഇപ്പോഴും ലൈവാ. നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർന്ന് നടത്താം, ഇല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ സ്റ്റോക്ക് ക്ലിയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് തരും. അവിടുത്തെ ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ അന്വേഷിച്ചു, നഷ്ടമില്ലെന്നേ ഉള്ളൂ. എന്തായാലും എന്താ നിന്റെ അഭിപ്രായം? സൂപ്പർ മാർക്കറ്റ് തുടർന്നുകൊണ്ട് വന്നെ ഉദ്ദേശിക്കുന്നേ. അവിടെ പുതുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ബിസിനസ് പിടിക്കാൻ കുറച്ച് സമയമെടുക്കും. സൂപ്പർ മാർക്കറ്റ് തന്നെ നല്ലതെന്നാ എനിക്കും തോന്നുന്നത്. നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഒരു ടോക്കൺ തന്നാൽ മതി, നമുക്ക് അഗ്രിമെന്റ് എഴുതാം. ടോക്കൺ എന്ന് വെച്ചാ നിങ്ങൾ എത്ര ഉദ്ദേശിക്കുന്നു? അത് ഞാനിപ്പോൾ പറയാം. ആകാശേ, ഇത് അലോഷി. അരവിന്ദിന് വേണ്ടി നമ്മൾ നോക്കുന്ന പ്രോപ്പർട്ടിയുടെ ഓണറുടെ PS ആ. ഓ, ഹലോ. ഹായ്. സോറി അച്ഛാ, ഒരു മിനിറ്റ്. ഇപ്പൊ വരാം. ഓക്കെ സാർ. അലോഷി, ഞാൻ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. എന്തു പറ്റി പക്ഷേ? ഫണ്ടിന്റെ കാര്യത്തിൽ ചെറിയൊരു കൺഫ്യൂഷൻ. നോക്കട്ടെ, ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം. ഓക്കെ സാർ, നോ പ്രോബ്ലം. അലോഷി, പോവാം. ആ, അതെ, എന്താ കൺഫ്യൂഷൻ എന്ന് പറഞ്ഞേ? അരവിന്ദും ചാരുമോളും ഇവിടുന്ന് എങ്ങോട്ടും പോണ്ട. അത് നമ്മൾ തീരുമാനിച്ചല്ലേ? അതെ, ഇനി ചാരുവിനെ കുറ്റം പറയാനോ മോശമായി സംസാരിക്കാനോ ആരും വരില്ല.